ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പങ്കാളിയിൽ നിന്നും പൂർണ്ണമായി ലൈംഗിക സംതൃപ്തി കിട്ടിയിട്ടും എന്തുകൊണ്ട് ചില സ്ത്രീ പുരുഷന്മാർ മറ്റുള്ളവരെ തേടിപ്പോകുന്നു, എന്തുകൊണ്ടാണ് ചില സ്ത്രീ പുരുഷന്മാർക്ക് അമിതമായ കാമവികാരം ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ ഈ രീതിയിൽ ആകർഷിക്കുന്നതിനകത്തൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നു, അതുപോലെ മൊത്തത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇതിന് അനുകൂലമായിട്ട് ക്രമപ്പെടുത്തുന്നു. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ കാമവികാരം വളരെ കൂടുതലാണ്. അതുപോലെ ഇവർക്ക് ഈ ലൈൻ അടിക്കുന്നതിനകത്തും കളിക്കുന്നതിനകത്തൊക്കെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ ലൈംഗികത ഒരു മെയിൻ സബ്ജക്റ്റാണ്. അവരുടെ എല്ലാ സന്തോഷവും ഇരിക്കുന്നത് ഇതിനകത്താണ്. എനിക്കറിയാവുന്നൊരു കൂട്ടുകാരിയുണ്ട് കേട്ടോ, ഇതുപോലെയാണ്. എന്നുവെച്ചാൽ പങ്കാളിയായിട്ട് ബന്ധപ്പെടാറൊക്കെ ഉണ്ട്, എന്നാലും ലൈൻ അടിക്കാനുള്ളൊരു ടെൻഡൻസി എപ്പോഴും ഇങ്ങനെ അവളിലുണ്ട്. അതുപോലെ പുള്ളിക്കാരി വളരെ സ്മാർട്ടാണ്, പോസിറ്റീവാണ്. ഈ ഗോസിപ്പ് പറയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് സാമ്പത്തികം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ജോലി അല്ലെങ്കിൽ ജെൻഡർ ഇതൊന്നും ഒരു മാനദണ്ഡമല്ല. എല്ലാ വിഭാഗത്തിലുള്ളവരും ഉണ്ട്, സ്ത്രീയിലും ഉണ്ട് പുരുഷനിലും ഉണ്ട്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് നല്ല ഫാമിലിയാണ്, പങ്കാളി സുന്ദരിയാണ്, സ്ഥിരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ കാട്ടിലൊക്കെ പോയി ഒന്ന് വെടിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അതുപോലെ ഇതിന് സാഹചര്യമില്ലാത്തവരുണ്ട്. പക്ഷേ മനസ്സിനകത്ത് ശക്തമായ ആഗ്രഹമുള്ളതുകൊണ്ട് അവർ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു. കാരണം അവരുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ലൈംഗികതയിലെ പാറ്റേൺ ഓഫ് വൈബ്രേഷൻ അതിനനുകൂലമാണ്. എന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അവരെ സംബന്ധിച്ച് സാഹചര്യം സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹവുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിന് വളരെയേറെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത്, ഓരോ വ്യക്തിയിലും രണ്ട് ലോകം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ അവരെ കാണുന്ന നമ്മൾ കാണുന്ന മറ്റുള്ളവർ കാണുന്ന അവരെന്താണ് ഏതാണെന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ലോകം, അതൊരു ലോകം. അവർ മറ്റുള്ളവരെ പുറമേ കാണിക്കുന്ന ഒരു ലോകം. എന്നാൽ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ലോകം. പക്ഷെ അത് ആർക്കും കാണാനോ അല്ലെങ്കിൽ അത് മറ്റൊരാളുമായിട്ട് ബന്ധമില്ല, അത് തികച്ചും വ്യക്തിപരമാണ്. അപ്പം അവരുടെ ആ ഇന്നർ വേൾഡിലുള്ള പ്രവർത്തനമാണ് അതിന് കാരണം. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിയിലും അത് നന്നായിട്ടുണ്ട്. അപ്പം അവരെപ്പോഴും വളരെ ആക്റ്റീവായിരിക്കും, സജീവമായിരിക്കും. അപ്പം വികാരം കൂടുതലുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് മറ്റൊരാളെ തേടുന്നത്. എന്ന് വെച്ചാൽ 2 or 3 പ്രാവശ്യം കഴിയുമ്പോൾ ഒരാളെ മടുക്കുന്നു, പിന്നെ പുതിയ ഒരാളെ വേണം. അതുപോലെ ഈ കളിക്കുമ്പോഴായാലും പുതിയ പുതിയ രീതി പരീക്ഷിക്കുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. ഇന്ന് ഒരു പൊസിഷൻ ചെയ്താൽ നാളെ അത് വേണ്ട, വേറൊരു രീതി മതിയെന്ന് വെക്കും. ചില മനസ്സങ്ങനെയാണ്, അവർക്ക് എപ്പോഴും മാറ്റങ്ങൾ വേണം എല്ലാത്തിനകത്തും. അപ്പം ലൈംഗികതയിലും അത് വേണം. അതുപോലെ തേങ്ങ പൊതിക്കുമ്പോൾ മാക്സിമം എങ്ങനെ പൊക്കി പൊതിക്കാൻ നോക്കും. ആക്ച്വലി അവർക്ക് ഏറ്റവും കൂടുതൽ അനുഭൂതി കൊടുക്കുന്നൊരു സമയം അതാണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ബന്ധപ്പെടുന്ന നല്ലൊരു വ്യായാമമാണ് കേട്ടോ. കാരണം പല പൊസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതൊരു വ്യായാമം കൂടെ നമുക്ക് കിട്ടുവാണ്. ശരിക്കും നല്ലൊരു മസാജ് കിട്ടിയ ഫീലാണ് ഇത് കഴിയുമ്പോൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ബന്ധപ്പെടുമ്പോഴും ചെറിയ ചെറിയ പുതുമകൾ കൊണ്ടുവന്നാൽ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ തോന്നും. അതുപോലെ ഞാൻ നേരത്തെ ഒരു ഇന്നർ വേൾഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്തെ ആഗ്രഹത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും പോകുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരാൾ പ്രചോദനം കൊടുത്തോ അല്ലെങ്കിൽ മറ്റൊരാൾ പ്രോത്സാഹിപ്പിച്ചോ ഒന്നും സംഭവിക്കുന്നതല്ല. ഇതൊരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതുപോലെ ഉപബോധ മനസ്സ് കളിയുടെ കാര്യത്തിനകത്ത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പം യോനി ഭാഗത്തൊക്കെ ഒരു പ്രത്യേക തരിപ്പായിരിക്കും. അപ്പോൾ എപ്പോഴും സ്വന്തം ശരീരത്തെ അനുഭവിച്ചറിയാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ഈ സമയത്ത് പുള്ളിക്കാരി ബെഡ്റൂമിൽ കയറി സ്വന്തം ശരീരത്തെ അതിൻ്റെ ആ ഷേപ്പൊക്കെ ഒന്ന് അനുഭവിച്ചറിയും. അതുപോലെ മാറിടത്തിൻ്റെ ഷേപ്പും അതിൻ്റെ വലിപ്പവും ഒക്കെ കറക്റ്റാക്കി നിർത്താനുള്ള വ്യായാമങ്ങൾ ചെയ്യും. അതുപോലെ കണ്ണാടിയിലൊക്കെ നോക്കി എപ്പോഴും സുന്ദരിയാണ്, ശരീരവും മുഖവും ഒക്കെ എപ്പോഴും നല്ല സൗന്ദര്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തും. അതുപോലെ പാൻറ്റീസ് മാത്രം ഇട്ട് നോക്കിയെങ്കിലേ ശരീരത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് അറിയാൻ പറ്റൂ. പ്രത്യേകിച്ചും സൈഡ് പോസ് നോക്കിയെങ്കിലേ അറിയാൻ പറ്റൂ വയറ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ കൂടുതൽ വികാരമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഈസ്ട്രജൻ ഹോർമോൺ മാത്രമല്ല, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. അവരുടെ ലിംഗം ഇങ്ങനെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു സുഖത്തെപ്പറ്റിയും ഇത് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ. അങ്ങനെയുള്ളവരിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്.
എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ പ്രവർത്തനങ്ങൾ ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് നടക്കുന്നത്. ശരിക്കും നമ്മുടെ ലൈംഗിക വികാരത്തെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പാണ്. ചില ദിവസം നമുക്ക് ഡൈജഷൻ കറക്റ്റായിരിക്കും, അപ്പം നല്ല വിശപ്പുണ്ട്, ആഹാരം കൂടുതൽ കഴിക്കും. അതുപോലെ ചില ആൾക്കാരിൽ വിശപ്പ് പൊതുവേ കുറവായിരിക്കും, ചിലർക്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും ഇടയ്ക്ക് പുറത്ത് പോയി കഴിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാരിലും ലൈംഗികതയിൽ ഇതേ മെത്തേഡ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ വെറൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു മാറ്റം. അപ്പോൾ ഒരു ലൈൻ ഉണ്ടെങ്കിലും മറ്റൊരു ലൈൻ അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഒരു വെറൈറ്റിക്ക് വേണ്ടി. കാരണം അവരുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് വൈബ്രേഷൻ ഉണ്ടല്ലോ ലൈംഗികതയുടെ, ഈ രീതിയിലാണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. എന്ന് കരുതി ഈ വിഭാഗത്തിലുള്ള എല്ലാവരും ലൈൻ അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. സ്വയംഭോഗം ചെയ്ത് സ്വന്തം വികാരത്തെ കൺട്രോൾ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ കൂടെ അവരുടെ വിശപ്പ് മാറ്റാനായിട്ട് അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ വിഭാഗത്തിലുള്ള സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും ഈ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ ഈ ജസ്റ്റ് ആ കാറ്റഗറിയെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ അതിനകത്ത് ശരിതെറ്റുകളെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ചില സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗിക വികാരം പൊതുവേ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു പ്രാധാന്യം അവരെ സംബന്ധിച്ചില്ല. അതുപോലെ തന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ച് അമിതമായ പ്രാധാന്യം ഇതിന് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ അമിതം എന്നുള്ളത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലായിരിക്കും, അവരെ സംബന്ധിച്ച് അതൊരു നോർമലായിരിക്കും. കാരണം ചില സമയങ്ങളിൽ അവരുടെ വികാരങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം അവർക്ക് എത്രത്തോളം വികാരമുണ്ടെന്ന്. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ എപ്പോഴും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഒരാളെ ഇങ്ങനെ വളച്ചെടുക്കുന്നതിനകത്തൊരു പ്രത്യേക ത്രില്ല് കണ്ടെത്തുന്നവരാണ്. അതുപോലെ അവരുടെ തന്നെ കാറ്റഗറി ഉള്ളവരെ കണ്ടെത്താനായിട്ട് നല്ല കഴിവാണ്. കുറേ നേരം സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അവർക്ക് പറ്റുന്ന ആളാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രണ്ടിനെ സംബന്ധിച്ച് അവർക്ക് സ്വയം പിടിക്കുന്നതും ഇഷ്ടമാണ്, മറ്റുള്ളവരെ കൊണ്ട് പിടിപ്പിക്കുന്നതും ഇഷ്ടമാണ്. അവരെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമാണ്, റിലാക്സേഷനാണ്. ആക്ച്വലി ഇതെല്ലാവരും ചെയ്യുന്ന എന്തിനാ? ഒന്ന് വലിഞ്ഞു മുറുകിയിട്ടൊന്ന് അയയുമ്പം ഒരു പ്രത്യേക ആശ്വാസം. പക്ഷേ അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, പിന്നെയും വേണം. നമുക്കിപ്പോൾ വിശപ്പ് പോലെ എത്ര നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലും കുറേ സമയത്തേക്ക് നമുക്കൊരാശ്വാസമാണ്. പക്ഷേ വീണ്ടും വിശക്കും, വീണ്ടും വേണം. അപ്പോൾ ഒരു കൂട്ടർക്ക് പങ്കാളിയിൽ നിന്ന് മാത്രം മതി. എന്നാൽ മറ്റൊരു കൂട്ടർക്ക് പങ്കാളിയിൽ നിന്ന് മാത്രം പോരാ, ഒരു വെറൈറ്റിയും കൂടെ വേണം. അപ്പോൾ ആക്ച്വലി ലൈംഗികതയിലുള്ള ആ പാറ്റേൺ ഓഫ് വൈബ്രേഷൻ, ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്ന പാറ്റേൺ ഓഫ് വൈബ്രേഷൻ ഏതാണെന്ന് തീരുമാനിക്കുന്നത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ആകത്തുകയാണ് ഇപ്പോഴത്തെ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹാബിറ്റ്. അപ്പോൾ ആക്ച്വലി ശക്തമായ ലൈംഗിക ഊർജം ഒരാളിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴും നല്ല തന്നെയാണ്, ആണായാലും പെണ്ണായാലും. കാരണം നമുക്ക് ആ ഊർജ്ജത്തെ ഡൈവേർട്ട് ചെയ്ത് മറ്റ് പല ഊർജ്ജങ്ങളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ശക്തമായ ലൈംഗിക ഊർജ്ജമാണ് അവരെ കൊണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ ആകർഷിക്കണമെന്ന് വിചാരിച്ചെങ്കിലല്ല നമുക്ക് നല്ല വസ്ത്രം ധരിക്കാൻ തോന്നും. അതുപോലെ തന്നെ നമുക്ക് വ്യായാമം ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ തോന്നും. അതുപോലെ തന്നെ ആരോഗ്യം, സെക്സ്, സൗന്ദര്യം, ഇത് മൂന്നും തമ്മിൽ വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ഒരാളിൻ്റെ വികാരം, ലൈംഗികപരമായ വികാരം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുമ്പോഴാണ് അത് നെഗറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കിഷ്ടപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈല് ലൈംഗികതയിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ അത് ആ വ്യക്തിയുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനുമൊക്കെ അനുകൂലമായിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.